നമസ്കാരം. എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അന്ത്യനാളിന്റെ അടയാളങ്ങളെക്കുറിച്ചാണ്. പ്രവാചക വചനങ്ങളിൽ ലോകാവസാനത്തെക്കുറിച്ച് പറയുന്ന ചില സൂചനകളുണ്ട്. അവ യഥാർത്ഥത്തിൽ എന്താണ് അർത്ഥമാക്കുന്നത്? നമുക്ക് ആഴത്തിലൊന്ന് പരിശോധിക്കാം. അപ്പോ നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം. കേൾക്കുമ്പോൾ തന്നെ ഒരു ഞെട്ടൽ തോന്നുന്ന ഒരു കാര്യമാണ്. കാലം ചുരുങ്ങിപ്പോകുമെന്ന്. അതായത്, ഒരു വർഷം ഒരു മാസം പോലെ തോന്നും, ഒരു മാസം ഒരാഴ്ച പോലെ, അങ്ങനെ എല്ലാം വളരെ വേഗത്തിലായിരിക്കും. ഒന്ന് ചിന്തിക്കാൻ പോലും സമയം കിട്ടുന്നതിന് മുൻപേ കാര്യങ്ങൾ നടന്നുപോകും. ഇതുതന്നെയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയത്തിന്റെ ഒരു ഗൗരവം കൂട്ടുന്നതും. ശരി, അപ്പൊ നമുക്ക് ആദ്യത്തെ കുറച്ച് അടയാളങ്ങളിലേക്ക് കടക്കാം. ഇത് പ്രധാനമായും നമ്മുടെ സമൂഹത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ചാണ്. അതായത്, സമൂഹത്തിന്റെ ഒരു ധാർമ്മികമായ തകർച്ചയുടെ സൂചനകൾ. ഇവിടെ പറയുന്ന ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, സമൂഹത്തിന്റെ അടിത്തറ ഇളക്കുന്ന കാര്യങ്ങളാണ് എല്ലാം. ശരിക്കുള്ള അറിവ് കുറഞ്ഞുവരും, പകരം എല്ലായിടത്തും കുഴപ്പങ്ങൾ. ആളുകളുടെ മനസ്സിൽ അത്യാഗ്രഹം കൂടും, അതിന്റെ ഫലമായി കുടുംബബന്ധങ്ങൾ പോലും തകരും. കള്ളം പറയുന്നത്, കള്ളസാക്ഷി പറയുന്നതും ഒരു സാധാരണ കാര്യമായി മാറും. പിന്നെ ആളുകൾ തങ്ങൾക്കറിയുന്നവരെ മാത്രം ഒന്ന് ചിരിച്ചു കാണിക്കുകയോ സംസാരിക്കുകയോ ചെയ്യും. ഒരുതരം സാമൂഹികമായ ഒറ്റപ്പെടൽ, അല്ലേ? ഇനി പറയാൻ പോകുന്നത് വളരെ ഗൗരവമുള്ള ഒന്നാണ്. വഞ്ചനയുടെ വർഷങ്ങൾ എന്നാണിതിനെ വിശേഷിപ്പിക്കുന്നത്. ഒന്ന് ആലോചിച്ചു നോക്കൂ. ആ കാലത്ത് സത്യം പറയുന്നവരെ ആരും വിശ്വസിക്കില്ല. പക്ഷെ നുണ പറയുന്നവരെ എല്ലാവരും കണ്ണുമടച്ചു വിശ്വസിക്കും. ചതിയന്മാർ വിശ്വസ്തരാകും. യഥാർത്ഥത്തിൽ വിശ്വസ്തരായവരെ എല്ലാവരും ചതിയന്മാരായി കാണും. അതായത്, എല്ലാം തലകീഴായി മറിയുന്നൊരവസ്ഥ. സമൂഹത്തിൽ നിന്ന് വിശ്വാസം എന്നൊന്ന് പൂർണ്ണമായി ഇല്ലാതാവുന്നൊരു ചിത്രം. ഒരു വലിയ മുന്നറിയിപ്പാണ്. വളരെ ലളിതമായി പറയുന്നു, അധികാരം അതിന് അർഹതയില്ലാത്തവരുടെ കയ്യിലെത്തുമ്പോൾ അന്ത്യനാളിനായി കാത്തിരിക്കുകയെന്ന്. ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. കഴിവില്ലാത്തവർ ഭരിക്കാൻ തുടങ്ങിയാൽ ഒരു സമൂഹത്തിന് എന്ത് സംഭവിക്കും എന്നതിന്റെ ഏറ്റവും വലിയ സൂചനയാണിത്. അപ്പോ ഈ സാമൂഹിക തകർച്ചയിൽ നിന്നെല്ലാം നമ്മൾ എത്തുന്നത് പ്രവചനങ്ങളിൽ പറയുന്ന ഏറ്റവും വലിയ പരീക്ഷണത്തിലേക്കാണ്: ദജ്ജാൽ അല്ലെങ്കിൽ വ്യാജ മിശിഹായുടെ വരവ്. അപ്പൊ സ്വാഭാവികമായ ഒരു ചോദ്യം വരും, ആരാണീ ദജ്ജാൽ? കൂടുതൽ വിവരങ്ങളിലേക്ക് പോകുന്നതിനു മുൻപ് നമുക്കത് മനസ്സിലാക്കാം. മനുഷ്യനെ സൃഷ്ടിച്ചതു മുതൽ അന്ത്യനാൾ വരെയുള്ള കാലഘട്ടത്തിൽ മനുഷ്യരാശി നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പരീക്ഷണം, അതാണ് ദജ്ജാൽ. ദജ്ജാലിനെ എങ്ങനെ തിരിച്ചറിയാം എന്നതിനെക്കുറിച്ച് വളരെ വ്യക്തമായ അടയാളങ്ങൾ നൽകിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം അവൻ ഒറ്റക്കണ്ണനായിരിക്കും എന്നതാണ്. ആ കാഴ്ചയില്ലാത്ത കണ്ണിനു മുകളിൽ കട്ടിയുള്ള ഒരു തൊലി പോലെ ഒരു പാടയുണ്ടാകും. അവന്റെ മറ്റൊരടയാളം ഇതിലും വ്യക്തമാണ്. അവന്റെ കണ്ണുകൾക്കിടയിൽ നെറ്റിയിലായി കാഫിർ എന്ന്, അതായത് അവിശ്വാസി എന്ന് എഴുതിയിട്ടുണ്ടാകും. പക്ഷേ അതിലെ അത്ഭുതം എന്താണെന്ന് വെച്ചാൽ, എഴുത്തും വായനയും അറിയുന്നവർക്ക് മാത്രമല്ല, അറിയാത്തവർക്കും, ഓരോ വിശ്വാസിക്കും ആ എഴുത്ത് വ്യക്തമായി വായിക്കാൻ പറ്റും. ഇനി അവന്റെ കബളിപ്പിക്കാനുള്ള കഴിവുകളെപ്പറ്റി കേൾക്കണം. അത് ശരിക്കും അസാധാരണമായിരിക്കും. അവന്റെ കയ്യിൽ 2 നദികളുണ്ടാകും. നോക്കുമ്പോൾ ഒന്ന് തണുത്ത ശുദ്ധജലം, മറ്റൊന്ന് ആളിക്കത്തുന്ന തീ. പക്ഷേ യാഥാർത്ഥ്യം നേരെ തിരിച്ചായിരിക്കും. തീയായിട്ട് നമ്മൾ കാണുന്നത് യഥാർത്ഥത്തിൽ തണുത്ത വെള്ളമായിരിക്കും. വെള്ളമായി കാണുന്നതോ അത് തീയും. അവന്റെ വഞ്ചന എത്രത്തോളം വലുതാണെന്ന് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണല്ലോ. അവന്റെ വഞ്ചനയുടെ ശക്തിയെ കുറച്ചു കാണരുത്. കാരണം ഒരാള് നല്ല വിശ്വാസിയായിട്ട് ഉറച്ച മനസ്സോടെ അവന്റെ അടുത്തേക്ക് പോയാൽ പോലും അവനുണ്ടാക്കുന്ന സംശയങ്ങളിലും ആശയക്കുഴപ്പങ്ങളിലും പെട്ട് ചിലപ്പോൾ അവനെ പിന്തുടർന്നു പോയേക്കാം. അത്രയ്ക്ക് ശക്തമായിരിക്കുമത്. അതുകൊണ്ട് തന്നെയാണ് അവനെ കണ്ടാൽ തർക്കിക്കാനോ എതിരിടാനോ നിൽക്കരുത്, പകരം കഴിയുന്നത്ര ദൂരം ഓടി രക്ഷപ്പെടണമെന്ന് പറയുന്നത്. പക്ഷേ ഈ പേടിപ്പിക്കുന്ന കാര്യങ്ങൾക്കിടയിലും പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. ഈ വലിയ വഞ്ചനയെ നേരിടാനും ലോകത്ത് നീതി തിരികെ കൊണ്ടുവരാനും ചില നീതിമാനായ നേതാക്കൾ വരുമെന്നും പ്രവചനങ്ങൾ പറയുന്നുണ്ട്. അപ്പോ ഈ നേതാക്കന്മാരുടെ വരവിന് ഒരു ക്രമമുണ്ട്. ആദ്യമായി വരുന്നത് മഹ്ദിയാണ്. അദ്ദേഹം പ്രവാചകന്റെ കുടുംബ പരമ്പരയിൽ നിന്നുള്ള ആളായിരിക്കും. ഭൂമിയിൽ നിറഞ്ഞിരിക്കുന്ന അനീതിക്കെതിരെ പോരാടി നീതിയും സമാധാനവും സ്ഥാപിക്കുക എന്നതാണ് അദ്ദേഹത്തിന്റെ ദൗത്യം. അതിനുശേഷം മറിയമിന്റെ മകനായ ഈസാ നബി ഭൂമിയിലേക്കിറങ്ങി വരും. അദ്ദേഹം വന്നിട്ട് പുതിയൊരു നേതൃത്വം സ്ഥാപിക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് മഹ്ദിയുടെ നേതൃത്വത്തെ അംഗീകരിച്ച് ആ സമൂഹത്തിന്റെ ഭാഗമായി നിലകൊള്ളും. ഇതുവരെ നമ്മൾ സംസാരിച്ചത് സമൂഹത്തിലും വ്യക്തികളിലും വരുന്ന മാറ്റങ്ങളെക്കുറിച്ചാണ്. ഇനി നമ്മൾ പോകുന്നത് ആർക്കും സംശയിക്കാനോ നിഷേധിക്കാനോ പറ്റാത്ത, പ്രപഞ്ചത്തിൽ തന്നെ സംഭവിക്കുന്ന വലിയ മാറ്റങ്ങളിലേക്കാണ്. കോസ്മിക് തലത്തിലുള്ള അടയാളങ്ങൾ.
പ്രധാനമായും 3 വലിയ അടയാളങ്ങളുണ്ട്. ഇവ 3ഉം പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ പശ്ചാത്താപത്തിന്റെ വാതിലുകൾ അടഞ്ഞു എന്ന് വേണം കരുതാൻ. ഏതൊക്കെയാണെന്നല്ലേ? 1. ഭൂമിയിൽ നിന്ന് വരുന്ന ഒരു പ്രത്യേകതരം മൃഗം. 2. നമ്മൾ നേരത്തെ സംസാരിച്ച ദജ്ജാലിന്റെ വരവ്. 3. പ്രകൃതി നിയമങ്ങളെയെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുന്നത്. സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കുന്നതിന്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ, ആ ഒരു അടയാളം കണ്ടതിന് ശേഷം ഒരാൾ വിശ്വസിച്ചാൽ അതുകൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാകില്ല. അതിനു മുമ്പേ വിശ്വസിച്ചവർക്ക് മാത്രമേ അവരുടെ വിശ്വാസം കൊണ്ട് ഗുണമുണ്ടാകൂ. അതായത് അവസരത്തിന്റെ വാതിൽ അടയുന്നതിന്റെ അവസാനത്തെ മണിയൊച്ചയാണത്. മറ്റൊരു വലിയ സംഭവത്തെക്കുറിച്ചും പ്രവചനങ്ങളിൽ പറയുന്നുണ്ട്. യൂഫ്രട്ടീസ് നദി വറ്റിപ്പോവുകയും അതിനടിയിൽ നിന്ന് സ്വർണത്തിന്റെ ഒരു മല തന്നെ പ്രത്യക്ഷപ്പെടുകയും ചെയ്യും. ഇതറിയുന്നതോടെ മനുഷ്യന്റെ അത്യാഗ്രഹം അതിന്റെ ഏറ്റവും ഉയർന്ന തലത്തിലെത്തും. ആ സ്വർണത്തിനു വേണ്ടി വലിയൊരു യുദ്ധം തന്നെ നടക്കും. അതിൽ പങ്കെടുക്കുന്ന ഓരോ 100 പേരിലും 99 പേരും കൊല്ലപ്പെടും. പക്ഷേ ആ യുദ്ധത്തിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും വിചാരിക്കുന്നത് ആ രക്ഷപ്പെടുന്ന ഒരാൾ ഞാനായിരിക്കുമെന്നാണ്. അപ്പോ ഈ വലിയ പ്രപഞ്ച സംഭവങ്ങൾക്കിടയിൽ നമുക്ക് തിരിച്ചു ഓരോ വ്യക്തിയുടെയും കാര്യത്തിലേക്ക് വരാം. ഇത്രയേറെ പ്രശ്നങ്ങളും കുഴപ്പങ്ങളും നിറഞ്ഞ ഒരു കാലത്ത് ഒരു സാധാരണ വിശ്വാസി നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്തായിരിക്കും? അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഉപമ ശരിക്കും നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഒന്നാണ്. ആ കാലത്ത് ഒരാൾ സ്വന്തം മതത്തില് അല്ലെങ്കിൽ സ്വന്തം വിശ്വാസത്തില് ഉറച്ചു നിൽക്കുന്നത് കയ്യിലൊരു തീക്കനൽ പിടിക്കുന്നത് പോലെയായിരിക്കും. അത്രയ്ക്കും പ്രയാസമായിരിക്കും, അത്രയ്ക്കും വേദനയുണ്ടാകും ചുറ്റുപാടുകളിൽ നിന്ന്. ആ പരീക്ഷണത്തിന്റെ കാഠിന്യം കൂട്ടുന്ന മറ്റൊരു കാര്യമുണ്ട്. ആളുകൾ അവരുടെ വിശ്വാസത്തെയും ആദർശങ്ങളെയും നിസ്സാരമായ ഭൗതിക ലാഭങ്ങൾക്കു വേണ്ടി വിൽക്കാൻ തുടങ്ങും. ലോകത്തിലെ ചെറിയ ചെറിയ നേട്ടങ്ങൾക്കു വേണ്ടി സ്വന്തം മതം പോലും വിൽക്കുന്നൊരു കാലം വരുമെന്ന്. അപ്പോ നമ്മൾ ഈ ചർച്ചയുടെ അവസാന ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു. പക്ഷെ അവസാനം ഒരു ചോദ്യം ബാക്കിയാവുന്നു. എല്ലാം തലകീഴായി മറിയുന്ന, ശരിയും തെറ്റും തിരിച്ചറിയാൻ പറ്റാത്തൊരു കാലഘട്ടത്തിൽ വിശ്വാസത്തിന്റെ അത്തീക്കനൽ കയ്യിൽ മുറുകെ പിടിച്ചുക എന്നതിന്റെ യഥാർത്ഥ അർത്ഥമെന്താണ്? ഈയൊരു ചോദ്യം നമുക്ക് ഓരോരുത്തർക്കും സ്വയം ചോദിക്കാനായി ഞാനിവിടെ വിടുന്നു.